ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടീ ബ്രേക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ ഒരു ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് നാളായി സ്കിന്നിൽ ഹെയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് ഹോംലി ആയിട്ട് ഞാനൊരു പാക്ക് കണ്ടു. ലൈക്ക് ഇപ്പോൾ ഭയങ്കര വൈറലാണ് ഇന്ന് ഒരു സ്കിൻ കെയർ പാക്ക്. അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ മുടി ആകെ ഇപ്പം ജടയായിട്ട്, മൊത്തം ജടയായിട്ടിരിക്കുക. മുടി കളർ ചെയ്തത് കാരണം ഭയങ്കര ഡ്രൈനെസ് കൂടി വരുവാണ്. പിന്നെ എനിക്കറിയത്തില്ല, ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ മുടി ചെറുതായിട്ട് ഇങ്ങനെ കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മേ ബി എനിക്ക് ഈ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല. ഹെയർ ഫോൾ ഇങ്ങനെ ഓൺ ഓഫ് ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എനിവേസ്, അപ്പം ഞാൻ യൂഷ്വലി ഹെയർ എല്ലാ ദിവസവും വാഷ് ചെയ്യാറില്ല. ലൈക്ക് വീക്ക്ലി 2 to 3 times മാത്രമേ വാഷ് ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് ദോഹയിൽ ഇവിടുത്തെ വെള്ളത്തിൽ എന്നും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുട്ടയായിട്ട് കിടക്കാനേ പറ്റുള്ളൂ. ആൻഡ് സോ 2 to 3 times ഞാൻ വാഷ് ചെയ്യാറുള്ളൂ. ആ സമയത്ത് ഞാനിങ്ങനെ നന്നായിട്ട് ഓയിൽ ഇട്ടതിന് ശേഷം, ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഹോട്ട് ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ അടുത്ത ഇതിലോട്ട് പോവുകയാണ് ചെയ്യുക കേട്ടോ. ഇതാണ് എണ്ണ. ഇത് ഇപ്പം ഇവിടെ തണുപ്പായതുകൊണ്ട് ഇപ്പം ഇവിടെ ചെറുതായിട്ട് കട്ടി തുടങ്ങി. ഞാൻ പോയി കുറച്ച് ഒരു ബോളിലെടുത്ത് ഞാൻ ചൂടാക്കിയിട്ട് വരാം കേട്ടോ. എണ്ണ ചൂടാകുന്ന സമയം നമുക്ക് പെട്ടെന്ന് മുടി ഒന്ന് ഉടക്ക് ഇറക്കാം. ഞാനിങ്ങനെ സെപ്പറേറ്റ് കുറച്ച് ഇങ്ങനെ എടുത്തിട്ടാണ് ഞാൻ മുടി ജട കളയുന്നത് കേട്ടോ. എനിക്കതെപ്പോഴും ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ജട കളഞ്ഞ് ഇത് ചെയ്യാവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്.
നേരം ഇരുന്ന് സെറ്റ് ആവട്ടെ. ഇനി നമുക്ക് സ്കിന്നിലേക്ക് പോകാം. പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോണത് ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് ഹെയർ എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. അതുകൊണ്ട് എനിക്ക് അൺവാണ്ടഡ് ഹെയർ ഉണ്ട്, അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. ഞാനപ്പോൾ ഈ വെറ്റ് ഫേസിലാണ് ഞാൻ എപ്പോഴും ഹെയർ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ അന്ന് നിങ്ങളുടെ ഒരു ആമസോൺ വീഡിയോ ആമസോൺ എന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ ഇതിൽ ഞാനൊരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ട്രിമ്മർ. അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് ചെയ്യാം. ആൻഡ് ഞാനിനി അതും കൂടി വെച്ചിട്ട് ഫൈനൽ ഞാൻ അതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആണ്, ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള ഒരു ട്രിമ്മറാണ്. അടിപൊളി സംഭവം, എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യായിട്ട് തോന്നിയ ഒരു സംഭവമാണ് കേട്ടോ. ആൻഡ് ഇത് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമോ എന്നുള്ളതൊന്നും നമ്മൾ പേടിക്കുക വേണ്ട. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് പൊതുവേ ഇവിടെ ഒരുപാട് ഹെയർ വരുന്നതാണ്, പക്ഷെ അത് എൻ്റെ നോർമൽ ഇതാണ്. പക്ഷെ അല്ലാതെ ഇത് കാരണം ഭയങ്കര മീശയും താടിയൊന്നും ഇതുവരെ വന്നില്ല. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെ ചെയ്യുന്നവർ ലൈക്ക് നമ്മൾ ആ ഒരു ഹെയറിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ പതുക്കെ ചെയ്താൽ മതി. നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഫേസ് വെറ്റാക്കി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും യൂസ്ഫുൾ. അപ്പം നന്നായിട്ട് സ്ലൈഡ് ആവും, ഒരിടത്തും നമുക്ക് സ്ക്രാച്ച് വരത്തില്ല, നന്നായിട്ട് സ്ലൈഡ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ആൻഡ് ഞാനിതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ട്രിമ്മറിനെ ഞാൻ അതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ട്രിമ്മർ കിറ്റ്. ഇത് ചാർജബിൾ ആണ് കേട്ടോ. അപ്പം ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ എന്തുണ്ട്, ഇതാണ് 3 എണ്ണം ഉണ്ട്. ഇതാണ് ഫേസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫേസ് ഹെയർ എല്ലാം റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് ഷുഗർ ഫേസ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്.
ഞാൻ പറഞ്ഞ മാസ്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ മാസ്കിൻ്റെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ആ വീഡിയോ പെട്ടെന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. പൊരുവേലത്ത് കിട്ടിയ ടാനിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. 5.5 മില്യൺ ക്രോസ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ തന്നെ മനസ്സിലാക്കണല്ലോ ഈ മാസ്ക് എന്തുമാത്രം എഫക്റ്റീവ് ആയെന്നുള്ളത്. അതിനായിട്ട് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ള, ഒരു കോഫി പൗഡറിന്റെ സാഷേ, അതിന്റെ കൂടെ ഒരു ഇത്തിരി മഞ്ഞളും. ഒരു ലെയർ ഫേസിൽ അപ്ലൈ ചെയ്യുക, അതിന് മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ വെക്കുക, അതിന് മുകളിൽ ഒരു കോട്ടിംഗ് കൂടെ കൊടുക്കുക. കാണുന്നവർ നമ്മളെ കളിയാക്കിയെങ്കിലും ഒരു തവണ ഞാൻ ഇത് അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ റിസൾട്ട് കാണിക്കട്ടെ. ആദ്യം ആ ടാൻ കാണിക്കും. ഇത്രയും ടാനിങ്ങിൽ നിന്നും ഞാൻ മാറിയ മാറ്റം കാണിക്കട്ടെ. ഒറ്റ യൂസിൽ തന്നെ അമേസിംഗ് റിസൾട്ട് ആണ്. വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ബൈ. അപ്പോൾ ഇതാണ് ദേ മാസ്ക്. അപ്പോൾ കുറേ നേരമായി എണ്ണ തേച്ച് വെച്ചിട്ട് ഇനി നമുക്ക് കുളിക്കാൻ പോവാം. ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ ഇതാണ് കേട്ടോ, ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ്. ഇത് സൾഫേറ്റ് ഫ്രീ ഷാംപൂ ആണ്. ആൻഡ് ഇതതിൻ്റെ കണ്ടീഷണർ. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഞാനിപ്പോൾ പുതിയതായിട്ടൊരു മാസ്ക് വാങ്ങി. ടോണി ആൻഡ് ഗൈ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്ട്രെങ്ത് പ്ലസ് ബോണ്ട് റിപ്പയർ മാസ്ക് ആണ്. ഇത് നമുക്ക് കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാം. അവർ റെക്കമെൻഡ് ചെയ്യുന്നത് അവരുടെ തന്നെ ഷാമ്പൂ ഉപയോഗിച്ചതിന് ശേഷം കണ്ടീഷണർ യൂസ് ചെയ്യാനാണ്. ഇതൊരു ഹെയർ മാസ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ ഇതിൻ്റെ വേറെയും മാസ്ക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രാൻഡല്ല, ഇത് നല്ല മണം. ഇത് നമുക്ക് നമുക്ക് ഹെയർ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ കണ്ടീഷണറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ ഇനി യൂസ് ചെയ്യുന്നത്.